ക്വസ്റ്റ്യൻ നമ്പർ 20 നോക്കാം. 3 masses 200 kg, 300 kg, 400 kg are placed at the vertices of an equal triangle with side 20 meter. സൈഡ് 20 മീറ്റർ ആണ്. ആരൊക്കെയാണ്? ഇവിടെ M1, ഇവിടെ M2, ഇവിടെ M3 ഉണ്ട്. എല്ലാത്തിൻ്റെയും സൈഡ് 20 മീറ്റർ ആണ്. They are arranged on the vertices of the bigger triangle of side 25 meter. അതായത് ഇയാളുടെ സൈസ് കൂട്ടി. ഇയാളുടെ സൈസ് കൂട്ടി എന്ന് പറയുമ്പോൾ ഇയാൾ വലുതാക്കി. ഇയാൾ വലുതാക്കുന്ന സമയത്ത് ദിസ് ഈസ് അഗെയിൻ M1, ദിസ് ഈസ് M2, ദിസ് ഈസ് M3. എല്ലാ സൈഡ് ഒരേപോലെ സൈഡ് കൂട്ടി ഇത് 25 ആക്കി കഴിഞ്ഞാൽ ഈ പരിപാടിക്ക് വേണ്ട വർക്ക് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? ചെറിയ ആളെ വലിയ ആളാക്കി മാറ്റാനുള്ള വർക്കാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി അറിയാം, ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി അറിയാമെങ്കിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു ആ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ചെയ്താൽ നിങ്ങൾക്ക് വർക്ക് കിട്ടും. സോ നമ്മൾക്ക് തോന്നുന്നു പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള നമ്മുടെ +2 ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച സെയിം ഐഡിയ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഗ്രാവിറ്റേഷൻ ആണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ 2 മാസുകൾ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് R ആണെങ്കിൽ ഗ്രാവിറ്റേഷനിലെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ? -gmm/r അല്ലേ? ആ റിലേഷൻ ഇവിടെ ഉപയോഗിക്കാം. സോ യു ഇനീഷ്യൽ ഇസ് ഈക്വൽ ടു M1 200 ആവട്ടെ, M2 300 ആവട്ടെ, M3 400 ആവട്ടെ. സോ വാട്ട് ഇസ് യു ഇനീഷ്യൽ? -200 G എടുക്കല്ലേ, -G ഇൻറ്റു 200 ഇൻറ്റു 300 ഡിവൈഡ് ബൈ അവ തമ്മിലുള്ള ദൂരം 20 ആണ്. പ്ലസ് മൈനസ്, അപ്പോൾ പ്ലസ് മൈനസ് വരുന്ന സമയം മൈനസ് -G ഇൻറ്റു 300 ഇൻറ്റു 400 ഡിവൈഡ് ബൈ 20 അഗെയിൻ -G ഇൻറ്റു 200 ഇൻറ്റു 400 ഡിവൈഡ് ബൈ 20 വരും അല്ലേ? അതായത് നിങ്ങൾ ആലോചിക്കേണ്ട എത്രയേ ഉള്ളൂ, ഇവർ ഒരു പെയറാക്കി എടുക്കുക, ഇതൊരു പെയറാണ്, ഇതൊരു പെയറാണ്, എല്ലാവരും തമ്മിലുള്ള ദൂരം സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ടേമിനെ കോമൺ ആക്കി വേണമെങ്കിൽ പുറത്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ യു ഇനീഷ്യൽ എടുക്കുന്ന സമയത്ത് -G ഡിവൈഡ് ബൈ 20 കോമൺ ആക്കി എടുത്താൽ യു വിൽ ഗെറ്റ് 200 ഇൻറ്റു 300 പ്ലസ് 300 ഇൻറ്റു 400 പ്ലസ് 400 ഇൻറ്റു 200 എന്ന് വരും. ഇതേപോലെ തന്നെയാണ് യു ഫൈനൽ വരിക. യു ഫൈനൽ എന്താ വ്യത്യാസം? -G ഡിവൈഡ് ബൈ താഴെയുള്ള വാല്യൂ 25 മാത്രം മാറും അല്ലേ? 20 ഉള്ളത് 25 ആയിട്ട് മാറും. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുക കേട്ടോ, 200 ഇൻറ്റു 300 അല്ലേ? അപ്പോൾ 2 3 6, 3 4 12, 4 2 8. അപ്പോൾ 12 8 20 26. എത്ര 0? 4 0. അപ്പോൾ 26 ഇൻറ്റു 10⁴ വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യു ഇനീഷ്യലും യു ഫൈനലിലെ വാല്യൂ കിട്ടി. യു ഇനീഷ്യൽ എത്രയാണ്? -G ഡിവൈഡ് ബൈ 20 ഇൻറ്റു 26 ഇൻറ്റു 10⁴. യു ഫൈനൽ എത്രയാണ്? -G ഡിവൈഡ് ബൈ 25. സൈസ് മാറ്റി എന്നുള്ള മാത്രമല്ലേ പറയുന്നുള്ളൂ. 26 ഇൻറ്റു 10⁴ വരും. അടുത്ത സ്റ്റെപ്പിൽ വാട്ട് ഈസ് വർക്ക് ഡൺ? -G ഡിവൈഡ് ബൈ 25 ഇൻറ്റു 26 ഇൻറ്റു 10⁴ നിന്ന് -G ഡിവൈഡ് ബൈ 20 ഇൻറ്റു 26 ഇൻറ്റു 10⁴ വരും. സോ ഈ മൈനസും എന്താ ഇവിടെ? മൈനസും ഇവിടെ പ്ലസ് ആയിട്ട് മാറും. ഇവിടെ കോമൺ ആയിട്ടുള്ള ടൈം എടുത്ത് പുറത്തിട്ടാൽ നമുക്ക് G ഇൻറ്റു 26 ഇൻറ്റു 10⁴ ഇൻറ്റു 1/20 മൈനസ് 1/25 വരും. 25 മൈനസ് 20 മുകളിൽ 5 വരും. താഴത്ത് 20 ഇൻറ്റു 25 ഇസ് ഈക്വൽ ടു G ഇൻറ്റു 26 ഇൻറ്റു 10⁴ വരും അല്ലേ? നമ്മൾ ഒന്നും കൂടി സ്റ്റൈൽ ആക്കണോ? 10⁴ നമുക്ക് എന്ത് ചെയ്യാം? 100 ഇൻറ്റു 100 എന്ന് എഴുതാം അല്ലേ? ഇവിടെ ഒരു 100 എഴുതാം, ഇവിടെയും ഒരു 100 എഴുതാം. 25 100ൽ 4 പ്രാവശ്യം, 4 20ൽ 5 പ്രാവശ്യം, 5ഉം 5ഉം കട്ട് ചെയ്താൽ 26 ഇൻറ്റു 26 ഇൻറ്റു ജിയുടെ വാല്യൂ 6 എത്ര എഴുതിയിരിക്കുന്നത്? ജിയുടെ വാല്യൂ 6.7 ആണല്ലേ? 6.7 ഇൻറ്റു 10⁻11, 6.7 ഇൻറ്റു 10⁻11 ഇൻറ്റു ഇവിടെ 100 ഉണ്ട്. 26ഉം 6ഉം ഏകദേശം റേഞ്ച് എത്ര വരിക? 26 ഇൻറ്റു 6.7, 26 ഇൻറ്റു 6.7 ചെയ്താൽ ഏകദേശം 174 കിട്ടുക. സോ 174 ഇൻറ്റു 10⁻9 വരും. നമുക്ക് എത്ര ആൻസർ വേണ്ടത്? -7ലാണ്. 174 ഇവിടെ ഒരു ആൻസർ ഉണ്ട് അല്ലേ? സോ 2 പോയിന്റ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി 1.74 ഇൻറ്റു 10⁻7 ജൂൾ. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. നല്ല ചോദ്യം കേട്ടോ, സിമ്പിൾ ചോദ്യമാണ്. അതായത് ആദ്യം 3 മാസുകൾ ഒരു ഇക്വൽ ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്ത് 20 ഉള്ള സൈഡിൽ വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ 25 വാക്കാണെങ്കിൽ വർക്കായി വെച്ചിരിക്കുന്നത്. വർക്ക് ഈസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എന്താ? -G M1 M2 ഡിവൈഡ് ബൈ R. ഇത് ഒരു പെയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെ 3 പെയറുകളുണ്ട്. അപ്പുറത്തും ഫൈനൽ പൊട്ടൻഷ്യൽ ആകുന്ന സമയത്ത് 3 പെയറുകളുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെയും സൈഡ് ലെങ്ത് സെയിം ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് കാൽക്കുലേഷൻ ഈസിയിലും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ വർക്ക് എനർജി ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിൽ വന്നിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി റിലേറ്റ് ചെയ്തിരിക്കുന്ന ചോദ്യമാണ് നമുക്ക് 20ാമത്തെ ക്വസ്റ്റനായി വന്നിരിക്കുന്നത്. യെസ്, നമുക്കിനി ഡിസ്കസ് ചെയ്യാതെ ന്യൂമറിക്കൽസ് ആണ്. അതിലേക്ക് മൂവ് ചെയ്യാം.